നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. മാള പഞ്ചായത്തിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. കാറ്റിലും മഴയിലും മരങ്ങളും പോസ്റ്റുകളും ഇടിഞ്ഞു വീണ് നിരവധി സ്ഥലങ്ങളിൽ തകർച്ച. കൊടുങ്ങല്ലൂരിൽ സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ലോകമലേശ്വരം സ്വദേശി ഷെബി ഷായെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടന്ന പവർലൂമിനുമേൽ അവകാശമുന്നയിച്ച് വ്യവസായ വകുപ്പ് രംഗത്ത്. പ്രതിഷേധവുമായി നാട്ടുകാർ. വാർത്തകൾ വിശദമായി. മാള ഗ്രാമപഞ്ചായത്തിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. കാറ്റിലും മഴയിലും മരങ്ങളും പോസ്റ്റുകളും ഇടിഞ്ഞു വീണ് നിരവധി സ്ഥലങ്ങളിൽ തകർച്ച സംഭവിച്ചു. വൈദ്യുതി ബന്ധങ്ങളിൽ പലയിടത്തും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. മിന്നൽ ചുഴലിയെ തുടർന്ന് മാള ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വൻ നാശനഷ്ടം. ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങളും പോസ്റ്റുകളും ഇടിഞ്ഞു വീണ് നിരവധി സ്ഥലങ്ങളിൽ തകർച്ച സംഭവിച്ചു. 14-ാം വാർഡിൽ അടുപ്പറമ്പിൽ വീട്ടിൽ വേണുവിന്റെ വീടിന് മുകളിലായി തേക്കുമരവും തെങ്ങും വീണു. ഇതുമൂലം വീടിന്റെ സൺഷെയ്ഡും മറ്റു ഭാഗങ്ങളും ഭാഗികമായി തകർന്നു. ജോയ് മണ്ടകത്ത് മാസ്റ്ററുടെ പുരയിടത്തിലെ പ്ലാവ്, ജാതി, അടയ്ക്കാമരം എന്നിങ്ങനെയാണ് തകർന്നു വീണത്. 9-ാം വാർഡിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലായി മരം വീണു. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 4 യാത്രക്കാരും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. മാള ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും വാർഡ് മെമ്പർമാരും KSB ഉദ്യോഗസ്ഥരും ചേർന്ന് മരം മുറിച്ചു മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി ബന്ധമായ തകരാറുകൾ അടിയന്തരമായി പരിഹരിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ ടൈം മാള. കൊടുങ്ങല്ലൂരിൽ സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ലോകമലേശ്വരം സ്വദേശി ഷെബി ഷായെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് കേസിലും മറ്റുള്ളവരുടെ ജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച കേസിലും ഉൾപ്പെടെ 4 ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇയാൾ. കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടന്ന പവർലൂമിനുമേൽ അവകാശമുന്നയിച്ച് വ്യവസായ വകുപ്പ് രംഗത്ത്. ജില്ലാ വ്യവസായ കേന്ദ്രം ലിക്വിഡേറ്ററുടെ ചുമതലയുള്ള കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറാണ് നഗരസഭാ സെക്രട്ടറിക്ക് ഇതു സംബന്ധിച്ച് കത്ത് നൽകിയത്. വ്യവസായ വകുപ്പ് ഉടമസ്ഥാവകാശവുമായി രംഗത്തെത്തിയത് നാട്ടുകാരിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ മേത്തല കടുക്കച്ചുവട്ടിൽ തട്ടാമുട്ടി പാലത്തിന് സമീപം ഏറെക്കാലമായി അടഞ്ഞുകിടക്കുന്ന പവർലൂം ഫാക്ടറിയും ചുറ്റുവട്ടവും നഗരസഭയും നാട്ടുകാരും ചേർന്ന് വെട്ടിത്തെളിച്ചിരുന്നു. പവർലൂം ഫാക്ടറി വളപ്പ് കളിമൈതാനമായി ഉപയോഗിക്കാനും കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനുമായിരുന്നു തീരുമാനം. ഇതോടെയാണ് വ്യവസായ വകുപ്പ് രംഗത്തെത്തിയത്. ജില്ലാ വ്യവസായ കേന്ദ്രം ലിക്വിഡേറ്ററുടെ ചുമതലയുള്ള കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറാണ് നഗരസഭാ സെക്രട്ടറിക്ക് ഇതു സംബന്ധിച്ച് കത്തു നൽകിയത്. നിർജീവാവസ്ഥയിലുള്ള പവർലൂം ഫാക്ടറിയും ഭൂമിയും ഏറ്റെടുക്കൽ നടപടികളിലാണെന്നും വ്യവസായ വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി പ്രവർത്തിച്ചിരുന്ന സഹകരണ സംഘം സമാപ്തീകരണ നടപടികളിൽ ആയതിനാൽ സംഘത്തിന്റെ പരിപൂർണ ഉടമസ്ഥാവകാശം വ്യവസായ വകുപ്പിനാണെന്നുമാണ് വകുപ്പിന്റെ വാദം. വ്യവസായ വകുപ്പിന്റെ അനുമതിയില്ലാതെ ഈ സ്ഥലത്ത് കളിസ്ഥലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. പല വർഷങ്ങളായി കാടുപിടിച്ചു കിടന്നിരുന്ന പവർലൂം വളപ്പ് സാമൂഹ്യവിരുദ്ധരുടെയും കാട്ടുപന്നി, മലമ്പാമ്പ്, കുറുനരി തുടങ്ങിയ വന്യജീവികളുടെയും സങ്കേതമായിരുന്നു. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് നഗരസഭാ അധികൃതർ ഇവിടം ശുചീകരിച്ചതോടെയാണ് വ്യവസായ വകുപ്പ് എതിർപ്പുമായി എത്തിയത്. നേരത്തെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടായില്ല. EP ജയരാജൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കെ പവർലൂം വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇവിടം വ്യവസായ ഇടനാഴിയാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. ഇപ്പോൾ പാഴടിഞ്ഞു കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കിയതോടെ വ്യവസായ വകുപ്പ് ഉടമസ്ഥാവകാശവുമായി രംഗത്തെത്തിയത് നാട്ടുകാരിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. ആലപ്പനങ്ങാട് സാഹിബ് ഉപ്പാപ്പയുടെ 231ാമത് ആണ്ട് നേർച്ചയ്ക്ക് സമാപനമായി. സമാപന ദിവസം രാവിലെ നസീഹത്ത് പതിയാശ്ശേരി മഹല്ല് ഖത്തീബ് മുജീബ് റഹ്മാൻ ദാരിമി നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് മിദ്ലാജ് ഹാളിൽ ജലാലി മുനവർഷ മൗലദിനം ദുആ മജ്ലിസിന് നേതൃത്വം നൽകി. ആയിരക്കണക്കിന് വിശ്വാസികൾ ആണ്ട് നേർച്ചയിൽ പങ്കെടുത്തു. ആരെങ്കിലും എന്റെ വലിയനോട് ഒരാൾ മത്സരം വെച്ചാൽ പിന്നെ അവന്റെ കാര്യം ഞാൻ ഏറ്റെടുക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്. എങ്ങനെ? വലിയനോട് ഒരാൾ മത്സരം വെച്ചാൽ, വലിയനെ മോശമായി പറഞ്ഞാൽ, വലിയനെ മോശമായി ചിന്തിച്ചാൽ, വലിയനെ സംബന്ധിച്ചുകൊണ്ട് എന്തെങ്കിലും കളിയാക്കി പറഞ്ഞാൽ പിന്നെയുള്ള കാര്യം അവന്
വേറെ ആ വലിയും അവൻ നമ്മളെ ബന്ധം വിട്ടുപോയി. പിന്നെ കാര്യങ്ങൾ മുഴുവൻ ആരേറ്റെടുക്കുക? അല്ലാഹു ഏറ്റെടുക്കുന്നു. മദീനയിലെ മുനാഫിക്കുകളുടെ നേതാവായ ദിഫാഅ, മുനാഫിക്കുകൾ ആരുടെ കൂടെയുണ്ട്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരൊറ്റ യുദ്ധത്തിൽ മാത്രമേ മുനാഫിക്കുകൾ പങ്കെടുക്കാത്തതുള്ളൂ. അതേതാ യുദ്ധം? ബദർ യുദ്ധം. ബദർ യുദ്ധമല്ലാത്ത എല്ലാ യുദ്ധങ്ങളിലും മുനാഫിക്കുകളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ മാള ടൗണിന്റെ ഹൃദയഭാഗത്ത് അപകടാവസ്ഥയിൽ നിന്നിരുന്ന കെട്ടിടം പൊളിച്ചുമാറ്റി. കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. കെട്ടിടം പൊളിച്ചുമാറ്റിയതോടെ വലിയൊരു ആശങ്കയ്ക്കാണ് വിരാമമായത്. അതിഥി തൊഴിലാളിയുടെ മൊബൈൽ ഫോൺ കവർച്ച ചെയ്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. പുത്തഞ്ചിറ പിണ്ടാണി സ്വദേശി പനങ്ങായി വീട്ടിൽ മുഹമ്മദ് സാലിഹ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള പഞ്ചായത്തിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. കാറ്റിലും മഴയിലും മരങ്ങളും പോസ്റ്റുകളും ഇടിഞ്ഞു വീണ് നിരവധി സ്ഥലങ്ങളിൽ തകർച്ച. കൊടുങ്ങല്ലൂരിൽ സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ലോകമലേശ്വരം സ്വദേശി ഷെബി ഷായെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടന്ന പവർലൂമിനുമേൽ അവകാശമുന്നയിച്ച് വ്യവസായ വകുപ്പ് രംഗത്ത്. പ്രതിഷേധവുമായി നാട്ടുകാർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.